ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട 3 IT പാർക്കുകളായ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ടെക്നോ പാർക്ക്, കൊച്ചിയിലുള്ള ഇൻഫോ പാർക്ക്, കോഴിക്കോടുള്ള സൈബർ പാർക്ക്. ഇവിടെ പ്രവർത്തിച്ചു വരുന്ന വിവിധ കമ്പനികളിലായിട്ട് ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഫ്രഷേഴ്സിനും അതേപോലെ എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനും വേക്കൻസി വന്നിട്ടുണ്ട്. വിവിധ പൊസിഷൻ എന്ന് പറയുമ്പോൾ IT മേഖലയിലും നോൺ IT മേഖലയിലുമായിട്ട് ഒരുപാട് വേക്കൻസി വന്നിട്ടുണ്ട്. അതുകൂടാതെ വിപ്രോയിലെ ഒരു വേക്കൻസി നമ്മൾ നോക്കുന്നുണ്ട്. വിപ്രോ ഒരു പാൻ ഇന്ത്യ ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഡിഗ്രി കഴിഞ്ഞ കാൻഡിഡേറ്റ്സിനൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്ത ഒരു വീഡിയോ ആണ് ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്താണ് അവർ ചോദിക്കുന്ന യോഗ്യത, എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, അതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ എങ്ങനെയാണ് കിട്ടുക മുതലായ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. സോ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഡെയിലി ജോബ് വേക്കൻസീസിനും അപ്ഡേറ്റ്സും പെട്ടെന്ന് ലഭിക്കാൻ നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വേക്കൻസിയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഏറ്റവും ആദ്യം നമുക്ക് ടെക്നോ പാർക്കിലെ വേക്കൻസി നോക്കാം. ടെക്നോ പാർക്കിൽ ഒരു പ്രമുഖ കമ്പനിയാണ് അലയൻസ് എന്നുള്ളത്. ഈ അലയൻസ് എന്ന് പറയുന്ന കമ്പനിയിൽ ഇപ്പോൾ ഫ്രഷേഴ്സിനായിട്ട് ഒരു ബൾക്ക് ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അസോസിയേറ്റ് കസ്റ്റമർ സർവീസ് എന്ന പ്രോസസ്സിലേക്കാണ് അവർ ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഇതിന് ഈ ഒരു കാൻഡിഡേറ്റ്സ് ഈ ഒരു പൊസിഷനിലേക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് ഡ്രൈവിന് പങ്കെടുക്കുന്ന കാൻഡിഡേറ്റ്സിനുള്ള ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് IT സ്കിൽസോ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസോ കാര്യങ്ങളൊന്നും അവർ ചോദിക്കുന്നില്ല. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഈ ഒരു മികച്ച കമ്പനിയിൽ നിങ്ങൾക്ക് ഈ ജോലി നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ തന്നെ കാണാം. അവർ ചോദിച്ച ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നതാണ് സ്കിൽസ് അവർ ചോദിക്കുന്നത് എക്സലന്റ് കമാൻഡ് ഓവർ ഇംഗ്ലീഷ് ആണ്. വർക്ക് ലൊക്കേഷൻ വരുന്നത് അലയൻസ് ട്രിവാൻഡ്രം ആണ്. ഫ്രഷേഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ സമാന മേഖലയിൽ ഇന്റർനാഷണൽ വോയിസ് പ്രോസസ്സിലൊക്കെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടി ആ ഒരു റിക്വയർമെന്റ് അവർ പറയുന്നുണ്ട്, ഫ്ലെക്സിബിലിറ്റി ടു വർക്ക് ഇൻ റൊട്ടേഷണൽ ഷിഫ്റ്റ് എന്നൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. സോ ഈ ഒരു റിക്രൂട്ട്മെന്റ് ഡ്രൈവ് നടക്കുന്ന തീയതി എന്ന് വെച്ചാൽ ഈ വരുന്ന മാർച്ച് 2 ഞായറാഴ്ചയാണ്. മാർച്ച് 2 2025 ഞായറാഴ്ചയാണ് വാക്കിൻ്റെ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് നടക്കുന്നത്. ട്രിവാൻഡ്രം ഇവരുടെ ഓഫീസിൽ വെച്ച് തന്നെയാണ് ഇതിന്റെ വെന്യൂ വരുന്നത്. സോ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഡയറക്റ്റ് ഒന്നും ചെയ്യാതെ ആ ഒരു വാക്കിൻ ഡ്രൈവിന് പോയാൽ നിങ്ങൾക്ക് ആ ഒരു ഇന്റർവ്യൂ പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല. പകരം നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ സ്ലോട്ട് ഫിക്സ് ആക്കി ആ ഒരു ടൈം സ്ലോട്ട് കിട്ടിയതിന് ശേഷം വേണം നിങ്ങൾ ഈ ഒരു വാക്കിൻ ഡ്രൈവിന് പങ്കെടുക്കാനായിട്ട്. രജിസ്റ്റർ ചെയ്യാനായിട്ട് ഒന്നല്ലെങ്കിൽ ഈ ഒരു QR കോഡ് നിങ്ങൾക്ക് സ്കാൻ ചെയ്യാവുന്നതാണ്. ഇനി അത് ബുദ്ധിമുട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു ഇന്റർവ്യൂവിന് പങ്കെടുക്കാവുന്നതാണ്. ഇതാണ് ആദ്യത്തെ വേക്കൻസി. അടുത്ത വേക്കൻസി നമുക്ക് നോക്കാം. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് നമ്മുടെ കോഴിക്കോട് സൈബർ പാർക്കിലാണ്. കോഴിക്കോട് സൈബർ പാർക്കിലുള്ള ലോജിയോളജി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ 2 പൊസിഷനുകളിലായിട്ട് ഇപ്പോൾ വേക്കൻസി വന്നിട്ടുണ്ട്. രണ്ടും ഫ്രഷേഴ്സിന് അപേക്ഷിക്കാൻ പറ്റുന്ന പൊസിഷനാണ്. ഒന്നെന്ന് വെച്ചാൽ പ്രോജക്ട് കോർഡിനേറ്റർ ആണ്. അതിന് അവർ ചോദിക്കുന്ന ക്വാളിഫിക്കേഷൻ ബിടെക് അല്ലെങ്കിൽ MTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആണ്. അതേപോലെ മാനേജ്മെന്റ് സ്കിൽസ് വേണം, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണമെന്ന് പറയുന്നുണ്ട്. ഇനി സമാന മേഖലയിലൊക്കെ ഒരു 5 വർഷം വരെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സെയിം കമ്പനിയിൽ തന്നെ ക്ലൗഡ് എഞ്ചിനീയറിന്റെ വേക്കൻസി ഉണ്ട്. ബിടെക് MTech ഇൻ ഈസി ആണ് അവർ ചോദിക്കുന്നത്. ഫ്രഷേഴ്സിനും 3 ഇയർ വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യാനായിട്ട് ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അത് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്യുക. logiology.com കയറി അതിൽ കരിയർ സെക്ഷനിൽ കയറിയാൽ നിങ്ങൾക്ക് ഈ വേക്കൻസീസ് കാണാവുന്നതാണ്. അവിടെ നിന്ന് തന്നെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി വിപ്രോയിലാണ്. വിപ്രോയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഡിഗ്രി കാൻഡിഡേറ്റ്സിനായിട്ട് ഒരു പാൻ ഇന്ത്യ ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത കാൻഡിഡേറ്റ്സിനാണ് വീണ്ടും ഞാൻ ഒന്നുകൂടി പറയുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽഡ് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഒന്നുകൂടി കൊടുക്കുന്നതാണ്. വിപ്രോ ഡിപ്ലോമ കഴിഞ്ഞ കാൻഡിഡേറ്റ്സിനും അതേപോലെ ഡിഗ്രി കഴിഞ്ഞ കാൻഡിഡേറ്റ്സിനും ഫ്രഷേഴ്സിനും ഒരു പാൻ ഇന്ത്യ ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് വീഡിയോ അവൈലബിൾ ആണ്. അതും ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുകൂടാതെ TCSൽ ഇപ്പോൾ MBA കഴിഞ്ഞ അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ കാൻഡിഡേറ്റ്സിനും അതേപോലെ ബിടെക് BE MTech ഒക്കെ കഴിഞ്ഞ കാൻഡിഡേറ്റ്സിനും ഫ്രഷേഴ്സിനൊക്കെ ഒരു ബൾക്ക് പാൻ ഇന്ത്യ ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ഞാൻ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ആ ഒരു ക്വാളിഫിക്കേഷൻ അനുസരിച്ച് സെലക്ട് ചെയ്ത് വീഡിയോ നിങ്ങൾ കാണുക.
അപ്പോൾ ഇതെന്ന് വെച്ചാൽ വിപ്രോൻ്റെ ഒരു വർക്ക് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് പ്രോഗ്രാമാണ്. BCA അല്ലെങ്കിൽ BSc വിവിധ സ്ട്രീമിൽ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 2024-25 പാസ് ഔട്ട്സിനാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഇതൊരു ഫുൾ ടൈം ജോബ് ആയിരിക്കും. അതുകൂടാതെ വിപ്രോയിൽ തന്നെ അവർ നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷൻ പഠിക്കാനുള്ള ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ അവൈലബിൾ ആണ്. അതേപോലെ ഈ ഒരു പോസ്റ്റിനെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. അവിടെ തന്നെ നിന്ന് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി കോഴിക്കോട് സൈബർ പാർക്കിൽ തന്നെയാണ്. കോഴിക്കോട് സൈബർ പാർക്കിലുള്ള ഫ്രസ്റ്റോൺ അനലിറ്റിക്സ് എന്ന് പറയുന്ന കമ്പനിയിൽ വിവിധ പൊസിഷനുകളിൽ വേക്കൻസി വന്നിട്ടുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി ഉണ്ട്, റിയാക്ട് നാറ്റീവ് ഡെവലപ്പറിൻ്റെ വേക്കൻസി ഉണ്ട്, അതേപോലെ React.js ഡെവലപ്പറിൻ്റെ വേക്കൻസി ഉണ്ട്, ജാവ ഡെവലപ്പറിൻ്റെ വേക്കൻസി ഉണ്ട്. ഇതൊക്കെ 2+ ഇയേഴ്സ് എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ സമാന മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV ഈ കാണുന്ന ഇവരുടെ HR ഒഫീഷ്യൽ ഇമെയിൽ ID അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് കോഴിക്കോട് സൈബർ പാർക്കിലാണ്. അവിടെയുള്ള അയോനോപ് ഇന്നോവേഷൻസ് LLP എന്ന് പറയുന്ന കമ്പനിയിൽ വിവിധ പൊസിഷനുകളിലായിട്ട് വേക്കൻസി വന്നിട്ടുണ്ട്. അവർ സെർട്ടൻ എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. വിവിധ പൊസിഷനുകളിൽ വേക്കൻസി ഉണ്ട്. ടെക്നിക്കൽ സപ്പോർട്ട് എക്സിക്യൂട്ടീവ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, ഫിനാൻഷ്യൽ അക്കൗണ്ടന്റ്, ബിസിനസ് അനലിസ്റ്റ്, അതേപോലെ DevOps എഞ്ചിനീയർ, .NET ഡെവലപ്പർ, ഈ പോസ്റ്റുകളിലൊക്കെ വേക്കൻസി ഉണ്ട്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അല്ലെങ്കിൽ സമാന മേഖലയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV ഈ കാണുന്ന ഇവരുടെ HR@ionob.com എന്നവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID അയച്ചു കൊടുക്കുക. അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അപ്ലൈ ചെയ്യുന്ന ടൈമിൽ സബ്ജക്ട് ടാഗിൽ നിങ്ങൾ ഏത് പൊസിഷനിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അതും കൂടി നിങ്ങൾ മെൻഷൻ ചെയ്യുക. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് നമ്മുടെ ഇൻഫോ പാർക്കിലാണ്. പാർട്ട് ഓഫ് എക്സെഞ്ചർ സോങ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. മൈൻഡ്കർവ് എന്ന കമ്പനിയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. സൈറ്റ് റിലയബിലിറ്റി എഞ്ചിനീയറിൻ്റെ വേക്കൻസിയാണ്. നമ്മുടെ ഇൻഫോ പാർക്ക് കൊച്ചിയിൽ വേക്കൻസി ഉണ്ട്. അതുകൂടാതെ ട്രിവാൻഡ്രം, കോയമ്പത്തൂരിലൊക്കെ വേക്കൻസി ഉണ്ട്. ക്ലൗഡ് പ്ലാറ്റ്ഫോംസിലുള്ള എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത്. അതേപോലെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പൈത്തൺ, ഗോർ, ജാവയിലൊക്കെ പ്രൊഫിഷ്യൻസി വേണമെന്ന് പറയുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അല്ലെങ്കിൽ സമാന മേഖലയിലൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV ഈ കാണുന്ന ഇവരുടെ HR ഒഫീഷ്യൽ ഇമെയിൽ ID അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക്, അതായത് സൈറ്റ് റിലയബിലിറ്റി എഞ്ചിനീയർ എന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് കൊച്ചി ഇൻഫോ പാർക്കിലാണ്. കൊച്ചി ഇൻഫോ പാർക്കിലുള്ള പിക്സൽ എന്ന് പറയുന്ന കമ്പനിയിൽ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി ഉണ്ട്. 1+ ഇയേഴ്സ് ആണ് അവർ ചോദിക്കുന്ന എക്സ്പീരിയൻസ്. വർക്ക് ലൊക്കേഷൻ കൊച്ചി ഇൻഫോ പാർക്കാണ് വരുന്നത്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ ഒരു 1+ ഇയേഴ്സ് ഒക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV HR@pixl.ai എന്ന അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി സെയിം കമ്പനിയിൽ തന്നെയാണ്. പിക്സൽ എന്ന് പറയുന്ന കമ്പനിയിലാണ്. നമ്മുടെ കൊച്ചിയിൽ തന്നെയാണ് വേക്കൻസി വന്നിട്ടുള്ളത്. കൊച്ചി ഇൻഫോ പാർക്കിലാണ്. QA എഞ്ചിനീയർ എന്ന പൊസിഷനിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 2 വർഷമാണ് അവർ ചോദിക്കുന്ന എക്സ്പീരിയൻസ്. അവർ ഒരുപാട് സ്കിൽ സെറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഞാൻ വായിക്കുന്നില്ല. നിങ്ങൾക്ക് ഒരു സമാന മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്യുക. ആ ഒരു മേഖലയിൽ സ്കിൽസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സെയിം ഇമെയിൽ ID നിങ്ങളുടെ CV അയച്ചു കൊടുത്തിട്ട്, അതായത് HR@pixl.ai എന്ന അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID നിങ്ങളുടെ CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി കൊച്ചി ഇൻഫോ പാർക്കിൽ തന്നെയാണ്. കൊച്ചി ഇൻഫോ പാർക്കിലുള്ള JTSI ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയിൽ അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി ഉണ്ട്. US അക്കൗണ്ടിങ്ങിലാണ് അവർ ചോദിക്കുന്ന എക്സ്പീരിയൻസ്. 1 to 3 ഇയർ വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന് അവർ മെയിൻലായിട്ട് അക്കൗണ്ടിങ് മേഖല ആയതുകൊണ്ട് BCom, MCom, MBA, ഫിനാൻസ് കഴിഞ്ഞവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആ ഒരു സമാന മേഖലയിൽ എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വായിക്കുക. നിങ്ങൾക്ക് ആ ഒരു സ്കിൽ സെറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV ഈ കാണുന്ന ഇവരുടെ HR ഒഫീഷ്യൽ ഇമെയിൽ ID അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി കൊച്ചി ഇൻഫോ പാർക്കിൽ തന്നെയാണ്. കൊച്ചി ഇൻഫോ പാർക്കിലുള്ള കോഡ് ലിങ്ക്സ് എന്ന് പറയുന്ന കമ്പനിയിൽ ഇപ്പോൾ 3 പൊസിഷനുകളിലായിട്ട് വേക്കൻസി വന്നിട്ടുണ്ട്.
പൊസിഷന്റെ പേര് വരുന്നത് പൈത്തൺ എഞ്ചിനീയർ ആണ്. 2 വർഷം മുതൽ 6 വർഷം വരെയാണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. UI അഥവാ UX ഡിസൈനറിന്റെ വേക്കൻസി ഉണ്ട്. 0 to 3 ഇയർ വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേപോലെ UI അഥവാ UX ലീഡിന്റെ വേക്കൻസി ഉണ്ട്. 4 to 6 ഇയേഴ്സ് ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. അതിൽ കരിയർ സെക്ഷനിൽ കയറിയാൽ നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസി ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത വേക്കൻസി കൊച്ചി ഇൻഫോ പാർക്കിലുള്ള NOMD ടെക്നോളജീസ് എന്ന് പറയുന്ന കമ്പനിയിൽ ഡെവലപ്പേഴ്സിനായിട്ട് ഒരുപാട് വേക്കൻസി വന്നിട്ടുണ്ട്. ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സിന്റെ വേക്കൻസി ഉണ്ട്. .NET ആംഗുലറിലാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സിന്റെ വേക്കൻസി ഉണ്ട്. മൊബൈൽ ഡെവലപ്പേഴ്സ് iOSലും ആൻഡ്രോയിഡിലും വേക്കൻസി ഉണ്ട്. QA എഞ്ചിനീയേഴ്സിന്റെ വേക്കൻസി ഉണ്ട്. എല്ലാത്തിനും അവർ 3.5+ ഇയേഴ്സ് ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. വർക്ക് ലൊക്കേഷൻ നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്ക് തന്നെയാണ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ റെലവെന്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV ഈ കാണുന്ന അതായത് HR@NOMDINDIA.com എന്നവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID യിലേക്ക് സബ്ജക്ട് ടാഗിൽ ഏത് പൊസിഷനിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു പോസ്റ്റിന്റെ പേര് കൂടി മെൻഷൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫൈനൽ വേക്കൻസി വന്നിട്ടുള്ളത് നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിൽ തന്നെയാണ്. അവിടെയുള്ള പ്യൂമെക്സ് ഇൻഫോടെക് എന്ന് പറയുന്ന കമ്പനിയിൽ ഇപ്പോൾ ഏകദേശം 4ഓളം പൊസിഷനിൽ വേക്കൻസി വന്നിട്ടുണ്ട്. പ്രോജക്ട് ലീഡിന്റെ വേക്കൻസി ഉണ്ട്. 10+ ഇയേഴ്സ് ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. പ്രോജക്ട് മാനേജറിന്റെ വേക്കൻസി ഉണ്ട്. 3 to 5 ഇയേഴ്സ് ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. ക്വാളിറ്റി അനലിസ്റ്റ് 4 to 5 ഇയേഴ്സ് ജാവയിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേപോലെ സീനിയർ ജാവ ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. 5+ ഇയേഴ്സ് ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. സോ സമാന മേഖലയിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV ഈ കാണുന്ന ഇവരുടെ HR ഒഫീഷ്യൽ ഇമെയിൽ ID യിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ നല്ലൊരു അവസരമാണ്. നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട 3 IT പാർക്കുകളിലുമായിട്ടാണ് ഇത്തരം വേക്കൻസി വന്നിട്ടുള്ളത്. ഞാൻ ഓൾറെഡി പറഞ്ഞു വിപ്രോ, TCS ഈ കമ്പനികളിലൊക്കെ ഡിഗ്രി, ഡിപ്ലോമ, അതേപോലെ BTech, BE, MTech, അതേപോലെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞവർക്ക് ഒരുപാട് വേക്കൻസി വന്നിട്ടുണ്ട്. ഫ്രഷേഴ്സിനാണ് അവർ ബൾക്കായിട്ട് ഇപ്പോൾ റിക്രൂട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ജോബ് ഹണ്ടർ എന്ന എൻ്റെ ഈ ഒരു ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾ കയറുക, കാണുക. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്